സോ ഓൺലൈനിൽ ഇപ്പോൾ ഫഹദ് ഫാസിലിനെ പറ്റി ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആളുടെ ചില എക്സ്പെരിമെന്റൽ ഫിലിംസ് എന്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ആവുന്നില്ല എന്ന്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ ദ റീസൺ ഈസ് ആക്ച്വലി ഫാർ മോർ ഇൻട്രസ്റ്റിംഗ്. ഷമ്മി, രംഗ, ഷെഖാവത്ത് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ അങ്ങ് വിശ്വസിച്ചു പോകും. സോ നാച്ചുറലി അടുത്ത പടത്തിലും നമ്മൾ ആ ഒരു തീവ്രത പ്രതീക്ഷിക്കും. അപ്പൊ പുള്ളി ഒരു സറ്റിൽ റോള് ചെയ്യുമ്പോൾ എവിടെയോ ഒരു വൗ ഫാക്ടർ മിസ്സിംഗ് ആണെന്ന് തോന്നും. അത്രയ്ക്ക് കൺവിൻസിംഗ് ആയതിന് പുള്ളി കൊടുക്കുന്ന പ്രൈസ് ആണത്. ആളൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടും ഒരു ട്രഡീഷണൽ സൂപ്പർ സ്റ്റാർ ഗെയിം കളിക്കുന്നില്ല. ഹി പ്രയോറിറ്റൈസസ് ഹിസ് ക്രാഫ്റ്റ് ഓവർ ദ സർക്കസ് ഓഫ് സ്റ്റാർഡം. ഹെവി പ്രൊമോഷൻസ്, ഫാൻ ക്ലബ്സ് ഇതൊന്നും ഫഹദിന്റെ സ്റ്റൈലല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ഇനിഷ്യൽ ഹൈപ്പിന് ഇത് ആവശ്യമാണ്. സോ ഒരു പ്യൂർ ആക്ടർ ആകാനുള്ള പുള്ളിയുടെ ചോയ്സ് ബോക്സ് ഓഫീസ് നമ്പേഴ്സിനെ നേരിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ബോക്സ് ഓഫീസ് വെച്ചാണോ നമ്മൾ ഫഹദിന്റെ സിനിമകളെ അളക്കേണ്ടത്? ട്രാൻസ് അല്ലെങ്കിൽ ജോജി പോലുള്ള പടങ്ങളുടെ കൾച്ചറൽ ഷെൽഫ് ലൈഫ് നോക്കിയാൽ തിയേറ്ററുകൾ വിട്ടാലും വർഷങ്ങളോളം ആ സിനിമകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത് വെറും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അല്ല, മറിച്ച് കാലങ്ങൾ നിലനിൽക്കുന്ന മോഡേൺ ക്ലാസിക്സ് ആണ്. സോ ഫഹദിന്റെ ചില പടങ്ങൾ എന്തുകൊണ്ട് ഫ്ലോപ്പ് ആവുന്നു എന്നാവില്ല റിയൽ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മൾ ഓഡിയൻസിന് എന്തിനാണ് കൂടുതൽ വാല്യൂ എന്നുള്ളതാണ്. ഒരു സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ ആണോ അതോ അതിന്റെ ലോങ് ടേം ലെഗസിക്കാണോ? നിങ്ങൾ ഏത് ടീമിലാണ്? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്.